ഹാവു, രാവിലെ തന്നെ ഈ ചായ കുടിച്ചിരിക്കുക എന്ത് സുഖ. ആ മോൾ എണീറ്റോ? ഈ അമ്മ എണീറ്റോ? അമ്മ എന്താ രാവിലെ തന്നെ എണീറ്റേ? അടുക്കളയിൽ നിന്നെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ ദേവു, ഞാനൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അമ്മ പറഞ്ഞോ. ഞാൻ അപ്പോഴേക്ക് അമ്മയ്ക്ക് ചായ എടുക്കാം. ചായ അവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. എന്താ അമ്മ, എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? അങ്ങനെ ചോദിച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ അത്? ഞാൻ ഉണ്ണിയും കുട്ടിയോട് നിൽക്കാൻ വന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യം? നിനക്കറിയാലോ ഉണ്ണിയുടെ കുറുമ്പുകൾ. ഇന്നലെ രാത്രി തന്നെ നീ കണ്ടില്ലേ? അതിന് നിന്റെ ചേച്ചി ഗീതയുടെ കാര്യം നിനക്കറിയാമല്ലോ. അവൾ ആശിച്ച് നേടിയ ജോലിയാണ്. അമ്മ കാര്യം തെളിച്ചു പറയമ്മേ. ഉണ്ണിക്കുട്ടൻ അവിടെ ഇങ്ങനെ തന്നെയാണ്, മഹാവികൃതിയാണ്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് എന്നെ പുറത്താക്കി. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാനോ? അതിനവൻ 1ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? അതെ. ബാക്കിയുള്ള കുട്ടികളെ ഉപദ്രവിച്ചാൽ എന്താ ചെയ്യുക? അയ്യോ, എന്നിട്ട് ഗീത അവളുടെ ജോലി ഉപേക്ഷിച്ചാലോന്ന് വിചാരിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ഉണ്ണിക്കുട്ടനെ നോക്കാൻ വയ്യേ. ഗീതയ്ക്കും ഭർത്താവിന് ജോലി ഉള്ളതല്ലേ. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ കാര്യം ഇപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവളെ എന്നിട്ട് എന്നാ ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നേ. പക്ഷേ എനിക്കും സുഭാഷിനും അതിനത്ര താല്പര്യമില്ല. അയ്യോ, ജോലിയിൽ എന്തിനാ ഉപേക്ഷിക്കുന്നേ? ചേച്ചി എത്ര കഷ്ടപ്പെട്ട് എഴുതിയെടുത്തതാ. അതേന്നേ. അപ്പോൾ അതിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു. എന്ത് സൊല്യൂഷൻ? ഉണ്ണിക്കുട്ടന് ഈ ഒരു കൊല്ലത്തേക്ക് ഇവിടെ അഡ്മിഷൻ ആക്കാന്ന്. ഇവിടെയോ? അവൻ പറഞ്ഞത് ബോർഡിങ്ങിലാക്കാന്നാ. പക്ഷേ കുഞ്ഞു മോനല്ലേ, എങ്ങനെയാ ബോർഡിങ്ങിലൊക്കെ ആക്കാൻ തോന്നുക? ചിന്നുവും അവനും ഒരേ പ്രായമല്ലേ, അപ്പോൾ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പോയിക്കോളുമല്ലോ. അമ്മേ, കാര്യമല്ല ശരി തന്നെ. പക്ഷേ രമേശ് ചേട്ടനോട് ചോദിക്കാതെ എങ്ങനെയാ? അത് ഞാൻ ചോദിച്ചോളാം. പക്ഷെ നിനക്ക് സമ്മതമാണല്ലോ, അത് മതി. ഇടയ്ക്കെല്ലാം ഞാനിവിടെ വന്ന് നിൽക്കാം. ഇവിടെയുള്ള ബാക്കി 2ഉം കുരുത്തക്കേട് തന്നെയാ. ഇനി 3ആളും കൂടി ആകുമ്പോൾ ഭയങ്കര കുരുത്തക്കേടാവില്ലേ? ചിന്നുവിന് ചിപ്പിക്കും കുരുത്തക്കേടൊന്നുമില്ല. അതമ്മ അവരുടെ കളി കാണാത്തോണ്ടാ. ഉണ്ണിക്കുട്ടിന് ഇവിടെ നിന്നാൽ നന്നാവുന്ന എനിക്ക് തോന്നേ. അമ്മ എന്നാ ഹോളിൽ പോയിരുന്നോ? ഞാൻ അങ്ങോട്ടേക്ക് ചായ കൊണ്ടുവരാം. ഞാനെന്നാൽ ഈ കാര്യം രമേശനോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. നിനക്ക് സമ്മതമാണല്ലോ? അതെ അമ്മേ, ഗീതേച്ചിയുടെ മോനല്ലേ. എനിക്കെന്താ പ്രശ്നം? അല്ല ചിന്നു, നീ എന്തിനാ എന്നെ പുറകിലോട്ട് വിളിച്ചേ? എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പാ നിനക്ക് വേണ്ടേ? ഇവിടെ ഉണ്ണി വന്നിട്ടുണ്ട്, അവനെ എനിക്കൊന്ന് പേടിപ്പിക്കണം. ഉണ്ണി വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇവിടെ? അയ്യാ, ഉണ്ണി വന്നതെന്ന് പറഞ്ഞപ്പോ എന്താ ചിരി? നീ അവനെ പേടിപ്പിക്കാൻ സഹായിക്കില്ലെന്ന് പറ. ഞാൻ സഹായിക്കാം, പക്ഷെ നീ എന്തിനാണ് പേടിപ്പിക്കുന്നേ? അതവൻ എന്നെ ഇന്നലെ കരയിച്ചു. എങ്ങനെ? അതൊന്നും ഞാൻ അറിയില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കാം. അതോ, അവൻ പറഞ്ഞു ഞാൻ തണ്ണിമത്തന്റെ കുതി കഴിച്ചുകൊണ്ട് എന്റെ വയറ്റിൽ തണ്ണിമത്തന്റെ ചെടി ഉണ്ടാവുന്നേ. ഞാൻ ആകെ പേടിച്ചുപോയി. അയ്യേ, ഇതെല്ലാം കേട്ടിട്ട് നീ പേടിച്ചു പോയിന്നോ? നാണക്കേട്. നീ എന്നെ കളിയാക്കാതെ അവനെ പേടിപ്പിക്കാൻ വഴി പറഞ്ഞാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇല്ല, അത് ശരിയാവില്ല. വേറെന്താ നോക്കുക? ഇവക്കെന്താ വട്ടായോ തന്നെ വർത്താനം പറയുന്നേ? അല്ല പൊന്നു, നീ എന്താ തന്നെ വർത്താനം പറയുന്നേ? ഞാൻ അവനെ പേടിപ്പിക്കാനുള്ള വഴി ആലോചിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? കിട്ടി, പക്ഷേ നീ എന്താന്ന് പറ. ഇവിടെ അടുത്തൊരു കാടുണ്ട്, മൃഗങ്ങളൊന്നുമില്ല. പക്ഷെ ആരും അങ്ങോട്ടൊന്നും പോവാറില്ല. അത് മതി, നമുക്ക് അവിടെ നിന്ന് അവൻ എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് പേടിപ്പിക്കാം. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നേ. എന്ത് പ്രത്യേക സാധനം? അതറിയില്ല, പക്ഷെ ആരും അങ്ങോട്ടൊന്നും പോവാൻ നിൽക്കാറില്ല. ഭയങ്കരമായ കാടാണെന്നാ കേട്ടെ. കാടോ? നിങ്ങൾ എന്തിനാ ഇപ്പൊ കാടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നേ? അയ്യോ ചേച്ചി, ചേച്ചി കേട്ട പണിയാവും. കാടെന്നല്ല ചേച്ചി, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാ. അതേ ചേച്ചി, ഇപ്പൊ മഴയെല്ലാം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. നിങ്ങൾ ഉണ്ണിയെ കണ്ടോ? ഓഹോ, ചേച്ചി ഉണ്ണിയുടെ ഒപ്പം ഇറങ്ങിയതാ? ഞാനും കണ്ടില്ല. നിന്റെ പിണക്കം മാറിയില്ലേ? ഇല്ല. എന്നാ ശരി, നിങ്ങൾ വർത്താനം പറഞ്ഞോണ്ട് നിൽക്ക്. ഞാൻ പോയി ഉണ്ണിയെ തപ്പട്ടെ. ഒരു ഉണ്ണി? അല്ല, നാളെ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? ഞാൻ ഉണ്ണിയെ എങ്ങനെയെങ്കിലും ആ കാടിന്റെ അവിടെ വരെ കൊണ്ടുവരാം. അവിടെ നീ എന്നെ കാത്തുക്കണം. എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ ആ സ്ഥലത്തിനെ പറ്റി വല്ല പ്രേതകഥയും പറഞ്ഞാൽ മതി, അവൻ പേടിച്ചോളും. ശരി, അത് ഞാൻ ഏറ്റു. എന്നാൽ നമുക്ക് നാളെ അവിടെ നിന്ന് കാണാം.